UDFിൻ്റെയും പ്രബുദ്ധ രാഷ്ട്രീയത്തിൻ്റെയും ഈറ്റില്ലമായ കേരളയിൽ നിന്ന് ഇപ്രാവശ്യം UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് കുണ്ടുകാവിൽ നാണിയാണ്. നാണിയെ ഈ നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. കുട്ടിക്കാലം മുതൽ പൊതുപ്രവർത്തന രംഗത്ത് കർമ്മധീരനായി വളർന്നു വന്ന ആളാണ്. എന്തെല്ലാം എതിർ പ്രചരണങ്ങളുണ്ടായാലും ഈ തെരഞ്ഞെടുപ്പിൽ നാണി പ്രതിജ്ഞയുമായി ഈ UDFിൻ്റെ പ്രവർത്തകർ സജ്ജമായിരിക്കുകയാണ്. പാരമ്യതയിൽ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. 100% ഒറ്റക്കെട്ടാണ് ഇപ്രാവശ്യം 24 വാർഡിലും. പ്രത്യേകിച്ച് ഈ വാർഡിൽ കോൺഗ്രസിനേക്കായി മുൻപന്തിയിൽ മുസ്ലിം ലീഗ്, അതായത് അങ്ങനെ പറയുമ്പോൾ അത് ഒരു എല്ലാ നിലക്കും UDF ഒറ്റക്കെട്ടാണ് ഇപ്പോൾ പ്രാവശ്യം. നല്ല ആവേശത്തിലാണ്, 100% വിജയപ്രതീക്ഷയിലാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരള വാർഡിൽ നിന്നും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കുണ്ടുകാവിൽ നാണി എന്ന ജനകീയ സ്ഥാനാർത്ഥി ഒരു നാട് ഒന്നടങ്കം വിശ്വാസവും പ്രതീക്ഷയും അർപ്പിച്ചിരിക്കുന്ന വ്യക്തിത്വമാണ്. നാടിൻ്റെ സമഗ്ര വികസനത്തിനായി നിരവധി സ്വപ്നങ്ങൾ നമുക്ക് യാഥാർത്ഥ്യമാക്കാനുണ്ടെന്നും അവഗണിക്കപ്പെട്ടു കിടക്കുന്ന കേരളയ്ക്ക് പുതുജീവൻ നൽകി കേരളയെ പുരോഗതിയിലേക്ക് നയിക്കാൻ ഇക്കുറി ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകൾ UDF സമ്പൂർണ്ണ വിജയം നേടി ഭരിക്കുമ്പോൾ അതിൽ പങ്കാളിയാകാൻ ഒരു ജനപ്രതിനിധിയായി തന്നെ തിരഞ്ഞെടുക്കുന്നതിലൂടെ തനിക്ക് സാധിക്കുമെന്നും അതിന് എല്ലാവരുടെയും പിന്തുണ തനിക്ക് ആവശ്യമാണെന്നുമാണ് കുണ്ടുകാവിൽ സൈനുദ്ദീൻ എന്ന നാണി പറയുന്നത്. പദ്ധതികളും പരിപാടികളും നടപ്പിലാക്കി ക്ഷേമ പദ്ധതികളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തുടർഭരണത്തിന് വേണ്ടി വോട്ട് ചോദിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? 10 വർഷം സംസ്ഥാന ഭരണവും 5 വർഷം പഞ്ചായത്ത് ഭരണം ഉണ്ടായിട്ടും ആകെ ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇവിടെ അരിമണയിൽ കാണുന്ന ഒരു ബിൽഡിങ്ങാണ്. അത് CPMൻ്റെ സ്മാരകം, ലക്ഷങ്ങൾ മുടക്കിണ്ടാക്കിയ ഒരു ബിൽഡിങ്. അത് സാധാരണ പക്കജീവിൽ നടത്തിയിട്ടാണ് പാർട്ടി ഓഫീസുകൾ ഉണ്ടാക്കൽ. ഇത് 1 രൂപ പോലും ഇന്നേ വരെ ഇവിടെ ആരടുത്തും വാങ്ങിയത് ഞങ്ങളുടെ അറിവില്ല, കണ്ടിട്ടില്ല. ശരിക്കും അത് അഴിമതി നടത്തി ഉണ്ടാക്കിയ ബിൽഡിങ്ങാണ്. അതാണ് ആകെയുള്ള ഭരണ നേട്ടം. 10 വർഷം സംസ്ഥാന ഭരണവും 5 വർഷം ഈ പഞ്ചായത്ത് ഭരണം ഉണ്ടായിട്ടും കാര്യമായിട്ട് ഒരു പുരോഗതിയും കാണുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഉദാഹരണമാണ് നമ്മുടെ കേരള പാന്ത്ര റോഡ്. ആ റോഡ് അവർ പറയുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെയാണ്. പക്ഷേ അവരിവിടെ ഡ്രെയിനേജും ഇടയ്ക്കിടയ്ക്ക് വരെ കോൺക്രീറ്റിൻ്റെ സൈഡൊക്കെ യൂട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് പഞ്ചായത്തിൻ്റെ ഫണ്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ജില്ലാ പഞ്ചായത്തിൻ്റെ റോഡാണെങ്കിൽ അതെങ്ങനെ പഞ്ചായത്തിൻ്റെ ഇതിൽ ചെയ്യാം? അപ്പോൾ ചെയ്യുകയാണെങ്കിൽ ഈ റോഡ് വർക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ അത് അവഗണിച്ചു തീർച്ചയായും. പിന്നെ വികസനം എന്ന് പറയാൻ കാര്യമായിട്ടൊന്നും എടുത്തു പറയാനില്ല. ആകെ ഞങ്ങൾക്ക് പറയുകയാണെങ്കിൽ നല്ലൊരു വികസനം കണ്ടത് ഇപ്പോൾ ഇവിടെ അരിമണിലൊരു ബാറാണ് പറയുന്നുണ്ട്. ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട്. അത്രയപ്പോൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് യുവാക്കളെ വഴി തെറ്റിക്കാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റിൽ ആദ്യം ഒരു 4 വർഷം മുമ്പ് കള്ളുസാപ്പ് കൊണ്ടുവന്നു. അത് എന്തോ ഭാഗ്യത്തിന് അത് ജനങ്ങൾ സഹകരിക്കാത്തതുകൊണ്ട് അത് പൂട്ടി. തോട്ടം തൊഴിലാളികളും സാധാരണക്കാരിൽ സാധാരണക്കാരായ നാട്ടുകാരും ഏകോദര സഹോദരങ്ങളെ പോലെ സ്നേഹത്തിൽ ജീവിക്കുന്ന നാടായ എസ്റ്റേറ്റ് മേഖല കൂടിയായ കേരള വാർഡ് കോൺഗ്രസും ലീഗും ഒന്നിച്ചു നിൽക്കുമ്പോൾ UDFിൻ്റെ ഉരുക്ക് കോട്ടയാണ്. കഴിഞ്ഞ 5 വർഷം LDF കരുവാരകുണ്ട് ഭരിച്ചപ്പോൾ നമുക്ക് നഷ്ടമായ വികസനങ്ങൾ, പൊതുജനങ്ങൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ എല്ലാം നേടിയെടുത്ത് എല്ലാവരിലും എത്തിക്കുവാനും വ്യക്തമായ ദിശാബോധമുള്ള വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് വാർഡിൽ നടപ്പിലാക്കുന്നതിനും എല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുമെന്നും കേരളയെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ ഏറ്റവും മികച്ച മാതൃകാ വാർഡാക്കി മാറ്റാൻ UDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ നൽകി ഭൂരിപക്ഷത്തോടെ നാണിയെ വിജയിപ്പിക്കുമെന്നുമാണ് നാട്ടുകാരും പറയുന്നത്. ഇവിടെ കേരളയെ സംബന്ധിച്ച് ഞങ്ങൾ 100% ആത്മവിശ്വാസത്തിലാണ്. ഇവിടെ കരുവാരകുണ്ടിൽ പഞ്ചായത്തിൽ മാത്രമല്ല, ഇവിടെ ഈ വാർഡിൽ 10 വർഷം അവർ ഭരിച്ചിട്ടും ഒരു വികസന പദ്ധതികൾ എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു വികസന പദ്ധതികളും ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല. അഴിമതിയുടെ ഒരു കൂമ്പാരമല്ലാതെ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ഇവിടെ ഈ കേരളയിലോ അല്ലെങ്കിൽ കരുവാരകുണ്ട് പഞ്ചായത്തിലോ നടപ്പിലാക്കിയെന്ന് CPM എടുത്തു പറയണം.
ഞങ്ങൾക്ക് പറയാനുള്ളത് തന്നെയാണ് ഈ ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ ഞങ്ങൾ ഈ വാർഡ് മാത്രമല്ല, കേരള വാർഡ് മാത്രമല്ല, 24 വാർഡും ഞങ്ങൾ UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരേ സ്വരത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഈ ഭരണസമിതി പിടിച്ചെടുക്കാനുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ്. 13-ാം തീയതി റിസൾട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് ആ ധൈര്യത്തോടെ പറയാനുള്ള ഒറ്റ വാക്കുള്ളൂ. 13-ാം തീയതി ഈ റിസൾട്ട് വരുന്നതോടുകൂടി 24 വാർഡ് മെമ്പറുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഈ കേരളയിൽ നിന്ന് ഒരു മെമ്പർ ഉണ്ടാവും എന്നത് 100% ഉറപ്പാണ്. കേരള വാർഡിലെ ഓരോ വീട് കയറുന്തോറും ഞങ്ങൾക്ക് ആത്മവിശ്വാസം കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. 100% ഞങ്ങൾ നാണിയ കരുവാരക്കുണ്ട് പഞ്ചായത്തിലേക്ക് അയച്ചിരിക്കും. അതിൻ്റെ ഓരോ അഭിപ്രായങ്ങളും ഞങ്ങൾ 100% ഉറപ്പിച്ച് പറയുന്നു. കേരള വാർഡിലെ മുഴുവൻ ജനങ്ങളും ഒരു മാറ്റം ആഗ്രഹിക്കുകയാണ്. LDFൻ്റെ കയ്യിൽ നിന്നും ഇത് UDFൻ്റെ കയ്യിലെത്താൻ വേണ്ടി ഓരോ ജനങ്ങളും, വാർഡിലെ മുഴുവൻ ജനങ്ങളും ഒരു മാറ്റം ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് നാണി എന്തായാലും പൂർണ്ണമായും ഉറപ്പായും പഞ്ചായത്തിലെത്തിയിരിക്കും. 13-ാം തീയതി ഈ കേരളയിൽ നിന്ന് UDFൻ്റെ ഒരു സ്ഥാനാർത്ഥിയായി 100% ഉറപ്പോടുകൂടി പഞ്ചായത്തിലെത്തിയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കേരള വാർഡിൽ പ്രത്യേകിച്ച് 10 വർഷം ഒരു വികസനവും നടന്നിട്ടില്ല എന്നുള്ളത് നമ്മുടെ ഈ വാർഡ് കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടുത്തെ യുവജനതയും അധികം വോട്ടർമാരും ഒരു മാറ്റം നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ യുവജനത എല്ലാവരും നാണിക്കാക്കുവിൻ്റെ കൂടെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ UDF കമ്മിറ്റിക്ക് ഇവിടുന്ന് വൻ ഭൂരിപക്ഷത്തിൽ തന്നെ ഈ വാർഡ് ഇന്ന് ഒരു മെമ്പർ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. കരുവാരക്കുണ്ടിൽ അടുത്ത പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ കയറുമ്പോൾ ഇവിടുന്ന് ഞങ്ങൾക്ക് ഒരു മെമ്പർ ഞങ്ങൾ അവിടെ എത്തിക്കും എന്നുള്ളത് തീർച്ചയാണ്.